ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത് സായിപ്പന്മാരുടെ ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ്. വേറൊന്നുമല്ല, വാട്ടർ ഫൗണ്ടൻ എന്ന് പറയും. അതായത് ഇതിൽ നമ്മൾ വെള്ളം നിറച്ച് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരുമെന്ന് സായിപ്പന്മാർ അവകാശപ്പെടുന്ന ഒരു സംഭവം. അത് അവരുണ്ടാക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ മേക്കിംഗ് പ്രൊസീജിയർ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് വർക്കിംഗ് ആണോ അല്ലെന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കൊക്കക്കോളയുടെ വായ്ഭാഗം, ഒരു ഫണൽ ഷേപ്പിലുള്ള വായ്ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 കുപ്പി വേണം. അങ്ങനെ നമ്മൾ 2 കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി ആ കുപ്പികളുടെ 2 അടപ്പനുകൾ നമുക്ക് ഊരിയെടുക്കാം. ഇത് തമ്മിൽ ഒട്ടിക്കാനുള്ളതാണ്. അപ്പൊ നമ്മള് ഗ്ലൂ ഗൺ വെച്ചാണ് ഒട്ടിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ സക്സസ് ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ യൂട്യൂബിൽ കണ്ട്, അതായത് ഒരുപാട് വീഡിയോസ് കണ്ട ആ ഒരു അറിവ് വെച്ചാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ആ ഗ്ലൂ ഉണങ്ങി സെറ്റായി കഴിയുമ്പോൾ ഒരു സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്ക് 2 ഹോളുകൾ ഈ അടപ്പലിൽ ഇടേണ്ടതുണ്ട്. ഓക്കെ, ഈ ഹോളുകൾ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളിന്റെ വലിപ്പം കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഇതേപോലത്തെ സ്ട്രോ കടക്കാൻ പാകത്തിനുള്ള ഹോളായിരിക്കണം. പക്ഷെ ഒരുപാട് ലൂസായി പോരുത്. പെർഫെക്റ്റ് ആയിട്ട് കയറാൻ പാകത്തിനായിരിക്കണം നമ്മൾ ഹോൾ ഇടണ്ടേ. ഇനി നമ്മൾ ഇട്ട ഹോളിലേക്ക് ഒരു സ്ട്രോ ഇറക്കി വെക്കുക. അതിനുശേഷം അതിന്റെ ചുറ്റും ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുക. ഈ ഒട്ടിക്കുന്ന സമയത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ട് ഒട്ടിക്കുക. ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവരുത്. ഇനി മറ്റൊരു ഹോൾ നമ്മൾ ഇട്ടിരുന്നു. അവിടേക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 സ്ട്രോകൾ എടുത്തിട്ട് 2 കൂടി കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു സ്ട്രോ തന്നെ നല്ല നീളത്തിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന ആ 2ാമത്തെ ഹോളിലേക്ക് ഈ നീളം കൂടിയ സ്ട്രോ നമ്മൾ കയറ്റി വെച്ചു. ഇതും നമ്മൾ ഗ്ലൂ ചെയ്ത് വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തന്നെ എയർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. ഇനി നമുക്ക് ആ നീളത്തിലുള്ള സ്ട്രോ വന്നിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു കുപ്പി വെച്ച് ടൈറ്റ് ചെയ്യാം ആ അടപ്പനില്. ഇനി നമ്മൾ നേരത്തെ ആ ഫണൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരുന്ന ആ കുപ്പിയുടെ വായ്ഭാഗം, അതായത് അടപ്പൻ, നമുക്ക് ഇതുപോലെ 2 ഹോളുകൾ ഇടാം. ഇനി നമ്മുടെ 2 കുപ്പികളിൽ മറ്റൊരു കുപ്പി എടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ ആ ഹോൾ ഇട്ട് വെച്ച ആ ഒരു അടപ്പൻ ഇതേപോലെ ഒട്ടിച്ചു വെക്കാം. ഏകദേശം ഒരു 1 മിനിറ്റോളം കഴിയുമ്പോഴേക്കും ആ ഗ്ലൂ ഒക്കെ ഒന്ന് ഒട്ടി സെറ്റായി കഴിയുമ്പോൾ നമ്മൾ സോൾഡറിങ് അയൺ വെച്ചിട്ട് ആ കുപ്പിയിലും ഇതിന്റെ അതേ അളവിൽ നമ്മൾ ഹോള് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇവിടെയും സ്ട്രോ കയറ്റി വെക്കാനുള്ളതാണ്. അപ്പോ ഹോൾ ഇടുമ്പോൾ ആ ഒരു അളവിൽ ഇടണം. കണ്ടോ, ഇപ്പൊ നമ്മൾ ആ നീളത്തിലെടുത്ത സ്ട്രോ, അതായത് 2 സ്ട്രോകൾ തമ്മിൽ കൂടി വന്നിരിക്കുന്ന ആ സ്ട്രോയാണ് നമ്മൾക്ക് ഈ ഹോളിലൂടെ പുറത്തേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോ ആ ഒരു ഹോളില് നമ്മൾ ആ സ്ട്രോയുടെ ഒരു ഭാഗം കയറ്റി വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്തു. ഇനി പുതിയൊരു സ്ട്രോ എടുത്തിട്ട് നമ്മൾ 2ാമത് ഇട്ടിരിക്കുന്ന ആ ഹോളിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ്. ഓക്കെ, ആ കുപ്പിയുടെ അടിഭാഗം വരെ ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫണൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത കൊക്കക്കോളയുടെ വായ്ഭാഗം നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ എയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സായിപ്പന്മാര് നമ്മളെ കാണിക്കാറുള്ള ആ വാട്ടർ ഫൗണ്ടൻ, മാജിക് വാട്ടർ ഫൗണ്ടൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉഡായിപ്പാണോ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൂ. അപ്പോ അത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ സായിപ്പന്മാര് പറഞ്ഞ ആ മാന്ത്രിക കുപ്പി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വർക്ക് ചെയ്യില്ലേ എന്നുള്ള കാര്യമൊക്കെ ഇനി നോക്കേണ്ടതുണ്ട്. അപ്പൊ അവര് പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് ഇനി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഈ കുപ്പിയോട് വെച്ചിട്ട് അതിലേക്ക്, അതായത് ഉള്ളിലത്തെ ട്യൂബിലേക്കല്ല, പുറത്ത് നമ്മളെ ഫണൽ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള അതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ നമുക്ക് ഈ അടിയിലത്തെ ബോട്ടിൽ ഫില്ലാവുന്ന കാണാൻ പറ്റും. ഓക്കെ, അത് ഏകദേശം ഈ ലെവലിൽ എത്തുന്നവരെ നമുക്ക് ഒഴിച്ച് നിറയ്ക്കണം.
ഓക്കെ, ഇപ്പോ ഇനി അവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് അവര് പറയുന്നത് ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ഇതിലുള്ള വെള്ളം, ഈ കുപ്പിയിലുള്ള വെള്ളം മൊത്തം ഇതിലേക്ക് നിറയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കറക്റ്റ് അവര് പറയുന്ന പ്രൊസീജിയർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അവര് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ റീസൈക്കിൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഏകദേശം ഒരു സെക്കൻഡുകൾക്കകം തന്നെ ഇത് സത്യമാണോ അല്ലേ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുള്ളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ചെറിയ ഗ്ലാസ് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? ഇല്ല അല്ലേ, കുഴപ്പമില്ല. അടുത്തൊരു പ്രൊസീജിയർ ആയിട്ട് പറയുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇത് വർക്കിംഗ് ആണോ അല്ലോ എന്നുള്ള കാര്യം. ഓ, വർക്കിംഗ് ആണല്ലോ. പക്ഷേ ഒന്ന് ബാക്ക് പോയേ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇതിലുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് ഇതുവഴിയാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതിലത്തെ വെള്ളം സ്റ്റോപ്പ് ആകുമ്പോൾ മിക്കവാറും ഇത് നിക്കാൻ വഴിയുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ സംഭവം വേറൊന്നുമല്ല, ഇതിലുള്ള വെള്ളം ഇതിലേക്ക് വരാനായിട്ടുള്ള പാത്രമാണ് ഇത്. പക്ഷെ നമ്മള് യൂട്യൂബിൽ കണ്ട വീഡിയോ, അതായത് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു ഈ ഒരു മാജിക് ടാപ്പ്, മാജിക് ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലെ സത്യം വേറൊന്നുമല്ല, ഇതിലത്തെ വെള്ളം ഈ താഴേക്ക് ഇറങ്ങുന്ന വരെ, അതായത് ഏകദേശം ഒരു 20 സെക്കൻഡോളം ടൈം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു ടൈമിലാണ് അവര് വീഡിയോ എടുത്തിട്ട് ഇത് മാജിക് ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കാണുന്നവർ വിചാരിക്കും ഇത് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിന്റെ സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിലെ വെള്ളം ഈ താഴേക്ക് ഫില്ലാവുന്ന വരെ മാത്രമേ ഈ ഒരു വാട്ടർ ഫൗണ്ടന്റെ സെറ്റപ്പ് നടക്കുള്ളൂ. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്തായാലും ഇത് വർക്കാവുമെന്ന് വിചാരിച്ചു തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഇത് കഴിയുമ്പോൾ നിൽക്കുന്നുള്ളൊരു സെറ്റപ്പ് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ എനിക്ക് ഫേക്ക് എന്ന് തോന്നുന്ന വീഡിയോസ് അത് ഞാൻ ചെയ്തോ കിട്ടുന്ന റിവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോയുടെ അടിയിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പോ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.